അങ്ങനെ നമ്മുടെ ഔദാക്കുട്ടി സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, നീ അലീന മകളാന്ന് ആരോടൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ പണിക്കാരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ പോരെ, അവരിഞ്ഞി നാട് മുഴുവൻ നിന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും. ഇത് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഇനി എന്നെക്കുറിച്ച് മോശമായിട്ടല്ലേ പറഞ്ഞുണ്ടാക്കൂ, അതിനേക്കാൾ ബെറ്ററാണ് ഇത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഔദാക്കുട്ടിക്ക് ദേഷ്യം വന്നിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സ്റ്റാൻലി അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇനിയും എന്നെ പപ്പയായിട്ട് അംഗീകരിച്ചിട്ടില്ലേ ചോദിക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, നീ ബാലചന്ദ്രൻ ഇവിടേക്ക് വന്നപ്പോൾ നീ അയാളെ മെനി ടൈംസ് അച്ഛാന്ന് വിളിച്ചു, പക്ഷെ നീ ഇതുവരെ എന്നെ പപ്പാന്ന് മാത്രം വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ ഒരു അനാഥയായിട്ടും ആരും ഇല്ലാത്തവളായിട്ടല്ലേ കഴിഞ്ഞ്, പക്ഷേ ഇപ്പം ഞാൻ ഒരു രാജാവിൻ്റെ മകളാന്ന് പറയുന്നത് എനിക്ക് അഭിമാനമല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നാൽ നിനക്ക് എന്നെ പപ്പാന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന പപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റാൻലിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ഔദാക്കുട്ടി എത്തുന്നുണ്ട്, സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബൈജി ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ അവളെ ഇറക്കി വിടാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഔദാക്കുട്ടി പറയേണ്ട, ആദ്യം അവളെ ഇറക്കി വിടാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അതിനത് സാറിൻ്റെ മകളല്ലേ, മകളൊക്കെ അങ്ങ് തിരുച്ചിനാപ്പള്ളിയിൽ, അവളെപ്പോൾ എങ്ങനെ ഞാൻ ഇറക്കി വിടണേ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഔദാക്കുട്ടി സ്റ്റാൻലിയോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, 23 കൊല്ലം അവൾ അനാഥയായിട്ടാണ് കഴിഞ്ഞ്, അവൾക്ക് ഇനിയെങ്കിലും അവൾക്കൊരു അംഗീകാരം, സ്നേഹം, അഭിമാനം ഒക്കെ കിട്ടണ്ടേ, അത് ഞാൻ അവൾക്ക് എന്തായാലും കൊടുത്തിരിക്കുക, അവളെ ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഔദാക്കുട്ടിക്കാണെങ്കിൽ വലിയ ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.